തീരാ ദുരിതമായി എങ്കക്കാട് റെയിൽവേ ഗേറ്റ്. വാഴാനി, മച്ചാട് മേഖലകളിലേക്ക് പോകുന്നവർക്ക് എങ്കക്കാട്, മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിൽ ഒരുപാട് സമയം കുരുങ്ങുന്ന അവസ്ഥയാണ്. സാധാരണ ദിവസങ്ങളിൽ 100-ൽ പരം പാസഞ്ചർ വണ്ടികളും അത്ര തന്നെ ചരക്കു വണ്ടികളും കടന്നുപോകുന്ന ഈ റോഡുകളിൽ 18 മണിക്കൂറിലധികമാണ് റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കുന്നത്. വടക്കാഞ്ചേരി നഗരത്തിൽ നിന്നും വാഴാനി റോഡിൽ എങ്കക്കാട്, മാരാത്തുകുന്നിലും 2 റെയിൽവേ ഗേറ്റുകളാണുള്ളത്. ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. 2ഉം 3ഉം വണ്ടികൾ പോയതിനു ശേഷം 10 മിനിറ്റോളം സമയത്തിന് ശേഷമാണ് അടച്ച ഗേറ്റ് ഒന്ന് തുറക്കുക. തുറന്നാൽ മുഴുവൻ വണ്ടികളും ഗേറ്റ് കിടക്കുന്നതിന് മുൻപേ അടുത്ത ട്രെയിനുകൾക്കായി വീണ്ടും അടയ്ക്കാനുള്ള നീക്കത്തിനിടയിൽ പാളത്തിൽ കിടന്നാണ് പിന്നെ വാഹനങ്ങളുടെ പൂര്. വന്ദേ ഭാരത് ഷൊർണൂരും മുളങ്ങുന്നത്തുകാവും വിട്ടാൽ എങ്കക്കാടും മാരാത്തുകുന്നത്തുമുള്ള 2 ഗേറ്റുകളും അടച്ചിടും. വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശങ്ങളിലേക്കുള്ളവരുമാണ് ദുരിതം കൂടുതലായി അനുഭവിക്കുന്നത്. എങ്കക്കാട്, മാരാത്തുകുന്ന് നിവാസികൾ മിക്കപ്പോഴും സ്വകാര്യ വാഹനങ്ങളെടുത്ത് ചെറിയ റോഡുകളെ ആശ്രയിക്കുകയാണ്. റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി 2നും മധ്യേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി 1.5 പതിറ്റാണ്ട് മുൻപേ ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങളുണ്ടായില്ല. ഇതിനിടയിൽ നഗരത്തെ ഒഴിവാക്കിയുള്ള ബൈപ്പാസ് ബജറ്റിൽ ഉൾപ്പെട്ടെങ്കിലും ഇതിന്റെ അലൈൻമെന്റ് നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിന് സമീപം ഇടുങ്ങിയ റോഡിൽ 2 വീതം ഗർഡറുകൾ സ്ഥാപിച്ചത് മിക്കപ്പോഴും ഗേറ്റ് തുറന്നാൽ ഗതാഗതക്കുരുക്കിനും വഴിയൊരുക്കുന്നു. രോഗികളുമായി വരുന്ന ആംബുലൻസും ഗേറ്റിൽ കുരുങ്ങി കിടക്കുക സാധാരണയാണ്. ഏറെ നേരം അടച്ചിടുന്നതിനാൽ ആംബുലൻസിന് ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ മറികടന്നു പോകുക അസാധ്യമാണ്. അടുത്ത കാലത്തായി ഏതാനും ജീവനുകളും ഇവിടെ പൊലിഞ്ഞു. എങ്കക്കാട് നിവാസികളായ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി പ്രദേശത്തെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും സിറ്റിംഗ് MP, MLA തുടങ്ങിയവർക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു. തുടർ ദിവസങ്ങളിൽ MP രാധാകൃഷ്ണനും MLA സേവ്യർ ചിറ്റലപ്പള്ളിയും വേണ്ട ഇടപെടലുകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.